ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം അത് ഉയർത്തി മുമ്പോട്ടേക്ക് പോകുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പൊതുവെ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇല്ല എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 100+ പോകുന്നുള്ളതായിരുന്നു UDFിൻ്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ വനവാസത്തിലേക്ക് പോകുന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഈ സർവേയിലൂടെ തന്നെ അതിനൊന്നും സാധ്യതയില്ല എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഈ സർവേ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഉള്ളത്. ചില എക്സിറ്റ് പോളുകളിലൊക്കെ മലപ്പുറം, എറണാകുളം, കോട്ടയം ഒക്കെ ഒരു സീറ്റും ഇല്ലാതെ പോകും. കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നതൊക്കെ സർവേ. അതൊക്കെ ശരിയായ സർവേ അല്ല, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഞാനതല്ലേ പറഞ്ഞത്. അതൊക്കെ കൂട്ടിയിട്ടാണല്ലോ ഇപ്പോൾ നമ്പർ 60, 69 ഇതെല്ലാം ഒഴിവാക്കിയിട്ടാണല്ലോ. എന്നാൽ ഇതൊക്കെ ഒഴിവാക്കിയ ഒരുപടി സീറ്റ് ഞങ്ങൾ ജയിക്കുന്നതാണ്, ഉറപ്പായിട്ടും ജയിക്കുന്ന സീറ്റുകളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളിലാണ് വിശ്വാസം. ഞങ്ങൾ ഒരു റിപ്പോർട്ടിനെയല്ല വിശ്വസിക്കുന്നത്, കൃത്യമായിട്ട് ജനങ്ങളെയാണ് വിശ്വസിക്കുന്നത്. ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4-ാം തീയതി ആകുമ്പോൾ അത് അത്രത്തോളമാണ് എന്ന് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം കൃത്യമായിട്ട് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തും. അത്രയേ ഉള്ളൂ കാര്യം. വെറുതെ അതിനിടയ്ക്ക് അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെയൊരു സർവേ റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് അതിനുള്ള പ്രതികരണം എന്താണെന്ന് പറയാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ടാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അവർ തന്നെ പറഞ്ഞത് 69 കഴിച്ചാൽ പിന്നെ 70-ലേക്ക് 1, പിന്നെ ഭൂരിപക്ഷത്തിന് 1, 2 സീറ്റിൻ്റെ വ്യത്യാസമാണ് ഞങ്ങളെ സംബന്ധിച്ച് തന്നെ പറഞ്ഞത്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് 2 വോട്ടിൻ്റെ അല്ലെങ്കിൽ 2 സീറ്റിൻ്റെ വ്യത്യാസത്തെ സംബന്ധിച്ചാണ്. ഒരു 5-8 സീറ്റ് മാറുന്നൊരവസ്ഥ വന്നാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അധികാരത്തിൽ വരും. അപ്പോൾ തന്നെ ഈ എക്സിറ്റ് പോൾ തള്ളേണ്ട കാര്യം ഞാൻ തള്ളിയതുകൊണ്ടോ തള്ളാതിരുന്നുകൊണ്ടോ എക്സിറ്റ് പോൾ ഇല്ലാണ്ടിരിക്കുമോ? അതുള്ള വസ്തുതയാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾക്കൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ജയിക്കും എന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത ചില ആളുകൾ രഹസ്യമായിട്ട് പറയുകയാണത്. ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അതാണ്. എന്താ കാരണം, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ലെന്നും പറഞ്ഞു, മുഖ്യമന്ത്രി എന്ന രീതിയിൽ 1-ാം സ്ഥാനത്ത് പിണറായി വിജയനാണെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമല്ലേ? എനിക്കറിയില്ല, അതിനെ സംബന്ധിച്ച് നമ്മളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഭരണത്തിൽ തന്നെ വരാൻ പോവാണ്. പിന്നെ എന്തിനാ പ്രതിപക്ഷത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്? ഇല്ലാതെ വസ്തുനിഷ്ഠമല്ലാതെ കാര്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് അതിന് ഉത്തരം പറയിപ്പിക്കുക. ഇല്ലില്ല, ജനറൽ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നില്ല. ഞങ്ങൾ ഉറപ്പായിട്ട് ജയിക്കാൻ പോവാണ്. പോരെ? സെക്രട്ടേറിയറ്റ് 6-ാം തീയതി അത് പിന്നീട് തീരുമാനിക്കും. അന്ന് തീരുമാനിക്കും.